ഞാൻ ജവാലിൽ എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുമ്പോൾ സാറ് എന്നോട് എന്നാ ബിജു ഒന്നും മിണ്ടാതിരിക്കുന്നേ, ഇല്ല സാറേ ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് എന്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ എത്രമാത്രം ഇടപെട്ടിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, എന്റെ ജീവിത പങ്കാളിയുടെ മരണം നേരിട്ട് കണ്ട വ്യക്തിയാണ് ഞാൻ. മൂത്രത്തിപ്പഴുപ്പ് കൂടി ഇതൊന്നും അറിയില്ലായിരുന്നു. എന്നെ അത് പറയുകയാണെങ്കിൽ ഒത്തിരി സമയമുള്ളൂ, ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ കൊണ്ടൊന്നും ഈ വീഡിയോ തീരെയല്ല. എന്റെ ജീവിത പങ്കാളിയുടെ മരണം ഞാൻ നേരിട്ട് കണ്ട വ്യക്തിയാണ്. പരിശുദ്ധ അമ്മയെ വിളിച്ച് ഉറക്ക കരഞ്ഞ് പ്രാർത്ഥിച്ച്, കാരണം ആ സംഭവം നടക്കുമ്പോൾ ഞാൻ ജവാല ചൊല്ലിക്കൊണ്ടിരിക്കുക, സന്തോഷത്തിന്റെ രഹസ്യങ്ങളെ ചൊല്ലിക്കൊണ്ടിരിക്കുക. വിളിച്ചു പറഞ്ഞ് അവളുടെ ജീവൻ പരിശുദ്ധ അമ്മയുടെ വിലയേറിയ മധ്യസ്ഥയിൽ അവളുടെ ജീവൻ തിരിച്ചു കിട്ടി. ഈ സംഭവം നടന്നിട്ട് ഇപ്പോൾ 10-23 വർഷം കഴിഞ്ഞു. മനസ്സിലായോ? അതുപോലെ തന്നെ ഞാൻ ദൈവിക ശുശ്രൂഷയ്ക്ക് പോയ വഴിക്ക് എന്നെ പോലീസ് പിടിച്ചിട്ട് ഒരു കാര്യമില്ല, നിസ്സാര കാര്യത്തിന് അന്നത്തെ കാലത്ത് 1000 രൂപ ഫൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു 10,000ന്റെ വിലയുണ്ട്. അന്ന് 1000 രൂപ ഫൈൻ അടിക്കാൻ വേണ്ടി പോലീസുകാർ മകസർ എഴുതിക്കൊണ്ടിരിക്കുക. ഞാൻ ആ അക്രൈസ്തവരായ പോലീസുകാരെ മുമ്പ് വെച്ചിട്ട് എന്റെ കഴുത്തെ കിടന്ന കൊന്ത ഊരി ഇങ്ങനെ തൂക്കി പിടിച്ചുകൊണ്ട് ഞാൻ ജവാലെല്ലാം പറയും. 3ാമത്തെ രഹസ്യമായപ്പോൾ പരിശുദ്ധ അമ്മയെ ഞാൻ ദർശനത്തെ കണ്ടു. പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, മോനെ ഒരു പൈസ പോലും കൂടാതെ ഞാൻ നിന്നെ ഇവിടെ രക്ഷിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ വിലയേറിയ മാധ്യസ്ഥവും അനുഗ്രഹവും അന്ന് ഒരു പൈസ പോലും കൊടുക്കാതെ എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട് സാധിച്ചു. ഈ അനുഭവങ്ങളൊക്കെ പറയാൻ ഏറെ സമയം എടുക്കുന്നുണ്ട്, ഞാൻ വിവരിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അമ്മ നമ്മളൊരു ദൂരയാത്ര പോകുമ്പോൾ, നമ്മളൊരു ജോലിക്ക് പോകുമ്പോൾ, ഒരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമ്മുടെ പുറകെ വരും. എവിടെ വരെ അറിയോ? നമ്മുടെ വീടിന്റെ പടി വരെ. നമ്മുടെ വീടിന്റെ പടി വരെ വരും. മോളെ പ്രാർത്ഥിക്കണി, മോനെ പ്രാർത്ഥിക്കടാ, പ്രാർത്ഥിച്ചിട്ട് പോകും. അല്ലെങ്കിൽ അമ്മ പ്രാർത്ഥിച്ചോളാം, മമ്മി പ്രാർത്ഥിച്ചോളാം, കൊച്ചു പൊക്കോ കേട്ടോ എന്ന് പറയും. നമ്മുടെ സ്വന്തം അമ്മ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ടാവും ഒരുപക്ഷെ. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂടെ വരാനായിട്ട് അമ്മയ്ക്ക് സാധിക്കുകയില്ല. നമ്മൾ എവിടെയൊക്കെ പോയാലും, നമ്മൾ ഏതൊക്കെ തെറ്റായ വഴിയിലൂടെ പോയാലും നമ്മുടെ കൂടെ വരാനായിട്ട് ആ അമ്മയ്ക്ക് സാധിക്കില്ല. പക്ഷെ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ ഈ ഭൂമിയിൽ എവിടെ പോയാലും നമ്മുടെ കൂടെ വരാൻ സാധിക്കും. നീ ഏത് പ്രതിസന്ധിയിൽ അകപ്പെടാൻ സാധിച്ചാലും, ഏത് ഭീകരമായ അപകടത്തിൽപ്പെടാൻ സാഹചര്യം ഉണ്ടായാലും അവിടെ വന്ന് നിന്റെ പരിശുദ്ധ അമ്മ രക്ഷിക്കും. പരിശുദ്ധ അമ്മ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നിന്റെ ജീവിതത്തിൽ ഇടപെടും. മനസ്സിലായോ? ഇന്ന് സാത്താൻ ഏറ്റവും കൂടുതൽ കല്ലെടുത്തെറിയുന്ന ആരെ അറിയോ? പരിശുദ്ധ അമ്മയിലുള്ള വിശ്വാസത്തിന് നേരെയാണ്, പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിക്ക് നേരെയാണ് സാത്താൻ ഇന്ന് ഏറ്റവും കൂടുതൽ കല്ലെടുത്തെറിയുന്നത്. അവന് പരിശുദ്ധ അമ്മയോട് ഭക്തിയുള്ളവരെ കണ്ണെടുക്കാൻ കണ്ടുകൂടാ. അവൻ എന്തെല്ലാം രീതി പണി കൊടുക്കാൻ പറ്റുമോ അതെല്ലാം അവൻ ചെയ്യും. കാരണം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാനായിലെ വിവാഹവിരുന്നിൽ നമ്മൾ തിരുവനന്തപുരത്ത് കാണുന്ന മാധ്യസ്ഥയെക്കാളും എത്രയോ വിലമതിക്കപ്പെട്ടതാണ്. പരിശുദ്ധ അമ്മ പറഞ്ഞാൽ അത് അവിടെ അപ്പീലില്ല, അവിടെ വലിയൊരു എതിർവാക്കില്ല. അമ്മ പറഞ്ഞതാ, അമ്മ മോനോട് പറഞ്ഞാൽ പറഞ്ഞതാ. അതുകൊണ്ട് ജീവിതത്തിലും നീ ഒരു മരീപത്തിനായി നിനക്ക് ജീവിക്കാൻ സാധിക്കുകയാണെങ്കിൽ നിന്റെ അന്ത്യനേരത്ത് പരിശുദ്ധ അമ്മ നിന്റെ കൂടെ വരും, നിന്റെ ആത്മാവിനെ കൊണ്ടുപോകാനായിട്ട്. നീ ചെയ്തു പോയ പാപപ്രവർത്തികൾക്ക് അമ്മ പുത്രന്റെ സന്നിധിയിൽ വാദിച്ച് നിനക്ക് ഇളവും മേടിച്ചു തരും. മനസ്സിലായോ? എന്റെ മോള് BCIക്ക് പഠിക്കുമ്പോൾ അവൾ പറയാം, തലേദിവസം വരെ പനിയും തലവേദനയും ഒക്കെ ആയിട്ട് ഒന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ പരീക്ഷ എഴുതുന്ന സമയത്ത് പരിശുദ്ധ അമ്മ കൂടെ നിന്ന് കൂടെ നിന്നിട്ട് പഠിച്ചതെല്ലാം ഓർപ്പിച്ചു തരുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന്.